അടുത്തുള്ള ആൾക്കാരോട് പറയണം, ഫാമിലി ഗ്രൂപ്പുകളിൽ അറിയിക്കണം. ഹോണസ്റ്റിയുള്ള റിവ്യൂസിന് വലിയ വാല്യൂ ഉള്ള ഒരു സമയത്താണ് നമ്മൾ പോകുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയാണ് നല്ല സിനിമകൾ വിജയിക്കുള്ളൂ. നസീറിക്ക് എന്താ പറയുന്നത്? ഈ പടം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയാനും കണ്ടു കഴിഞ്ഞിട്ടല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്കിത് കണ്ടിട്ട് കൊതിയാവും ഇവിടെ അല്ലേ. എന്ത് വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും സിനിമ കാണുമ്പോൾ കണ്ണ് നിറച്ച് കാണണമെന്നാണ്. ഇതിപ്പോ കണ്ണ് നിറച്ച് കാണണം. അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ സിനിമ കാണണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരണം കേട്ടോ. സഫർ ഉണ്ടാവില്ലല്ലേ? താങ്ക് യു സോ മച്ച്. അനുശ്രീ. ഹലോ. അപ്പൊ എന്തായാലും സിനിമ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആസിഫിക്കയുടെ ഗ്യാരണ്ടിയുടെ കൂടെ ഞങ്ങൾ ഇത്രയും ആൾക്കാരുടെ ഗ്യാരണ്ടി കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെ ആയിരിക്കും തരാം. നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും വലിയ സ്ക്രീനിൽ സിനിമ ആണ്. ഞങ്ങൾ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇത്രയും വലിയൊരു സ്ക്രീൻ കണ്ടിട്ട്. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യുക. അടുത്ത 2.5 മണിക്കൂർ നിങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും വരുന്നതായിരിക്കും. ഓക്കെ. ഹലോ. ഒത്തിരി സന്തോഷം. ഇതുപോലൊരു നിറഞ്ഞ തിയേറ്ററിൽ എന്താ കുറച്ചൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ പോലും ഇത്രയും ഇങ്ങനെ ഒരു തിയേറ്ററിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നല്ല ബ്ലോക്കാണ് പുറത്തൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് എല്ലാം ഫില്ലാകാനുള്ളതാണ്. സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഷോ ആണെന്നാ പറഞ്ഞത്. എല്ലാരും ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ട് കിടക്കാണ്. സാരമില്ല, അവരും കൂടെ വന്നിട്ട് എനിക്ക് പടം തുടങ്ങാം അല്ലേ? ഓക്കെ. എന്തായാലും ഒത്തിരി സന്തോഷം. ഇതില് ഞങ്ങള് ഇത്രയും പേരെ കൂടാതെ ഈ ദുബായിൽ നിന്നുള്ള ഒരു കൊച്ചു മെടുക്കി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിജുവേട്ടന്റെ മോളായിട്ട് പറയപ്പെടെ വലിയൊരു കാര്യം കൊടുക്കും അല്ലെ. അതിഥി എന്നാണ് പേര്. പക്ഷെ ഞങ്ങളാണ് പറഞ്ഞത് ദുബായിന്. പിന്നെ സാക്ഷാൽ ശ്രീമാൻ ബിജു മേനോൻ എത്താൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ വക എല്ലാവരോടും ഒരു വലിയ നമസ്കാരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അരുൺമാരാണെന്നത് അല്ല പ്രൊഡ്യൂസർ അരുണ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പല സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. കിരൺ ദേവി തുടങ്ങിയ കാലം മുതൽ ആങ്കർ ചെയ്യുന്നതാണ്. ഇതിന്റെ നിർമ്മാതാവാണ്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കുറവില്ല. ഭയങ്കര ഷൈയാണ്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടേ ഒന്നും അറിയാത്ത പോലെ. ഇവരൊക്കെ പറഞ്ഞ തന്നെ വലിയ സ്ക്രീനിൽ എനിക്ക് നമ്മൾ ഈ സിനിമ തുടങ്ങിയ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനും ഇങ്ങനെ ഒരു തിയേറ്ററിൽ വെക്കുന്നത് വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവരും എനിക്ക് ഭയങ്കര ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലൂടെ നടന്ന ഉള്ളിലേക്ക് വന്നത്. വണ്ടിയിൽ വരാൻ പറ്റാതെ നമുക്ക് ഒരുപാട് പേര് പുറത്ത് സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ കുറച്ചു പേരെ കൂടെ സംസാരിച്ചാൽ അവർക്കൊക്കെ ഉള്ളിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും തോന്നുന്നു. പക്ഷെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും എന്നാലും വന്നതിനും നിങ്ങൾ എല്ലാവരും ഈ തിരക്കിനിടയ്ക്കും വന്ന് സിനിമ കാണാൻ സമയം കണ്ടെത്തിയതിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും സിനിമ കാണാൻ നിങ്ങൾ എൻജോയ് വിശ്വസിക്കും. ഇനി ഈ സിനിമ നിങ്ങളെ കാണിക്കാൻ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഷോ തുടങ്ങട്ടെ, സിനിമ കാണാൻ. ഇന്റർവെല്ലിന് നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാം ആരായിരിക്കും എന്നുള്ളത്. വില്ലനാണോ തലവനാണോ? തലവൻ. എന്തോ നിർമ്മാതാവിനോട് ചോദിക്കാം. എന്തായാലും ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് ബിജുവേട്ടൻ വിളിച്ചിട്ട് പ്രത്യേകം എല്ലാവരോടും പറയണം. ബിജുവേട്ടൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഇവരുണ്ടാവേണ്ടതായിരുന്നു. മുരുകദോസിന്റെ വലിയൊരു സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതായി പോയത്. അപ്പൊ ബിജുവേട്ടന് ഒന്ന് വലിയൊരു ക്യാരക്ടർ ചെയ്തിരിക്കും. ഒരു നല്ല കൈയടി കൊടുക്കുന്നത് ഓർമ്മിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ഷോ തുടങ്ങാം. താങ്ക് യു സോ മച്ച്. ഹാവ് ഫൺ. ഞാൻ ആക്ച്വലി കുറച്ച് നേരത്തെ എത്തുന്ന ആളായിരുന്നു. പക്ഷെ ഇവിടെ സൂപ്പർ സീൻ നടക്കുന്നുണ്ട്.
പാർക്കിംഗ് ഇല്ല, ഒരു അരമണിക്കൂറായിട്ടാണ് പാർക്കിംഗ് നോക്കിയത്. നമസ്കാരം. നമുക്കപ്പോ ഹോൾ ടീം നമുക്ക് ലിസ്റ്റേഴ്സിനുള്ള ഒരു ഫോട്ടോ എടുക്കും, സെൽഫി. Who will take a selfie with Asif and the whole team? Jessica, sorry. Okay, no? Hey! All right. Okay. About it. എല്ലാ വിശേഷങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ സിനിമയിലേക്ക് പോലെ സിനിമ ആണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സിനിമ ഇനി കഥ കൂടെ പറയാനുണ്ടോ? Thank you.